ശ്രീമതി മല്ലിക സുകുമാരനും ഒക്കെ ഇന്നലെ 24 ചർച്ചയിലുണ്ടായിരുന്നു. മല്ലികാമ്മ വളരെ സ്ട്രോങ് ആയിട്ട് പ്രതീക്ഷിക്കാത്ത രീതിയിൽ പറഞ്ഞു, എല്ലാ സ്വാതന്ത്ര്യം ഉണ്ട്, പക്ഷെ നമ്മൾ കുറച്ച് മിതത്വവും ചില കാര്യങ്ങളിൽ പാലിച്ചില്ലെങ്കിൽ അപ്പുറത്ത് മിസ്യൂസ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ഒറ്റ വരി പറയാം, ലക്ഷ്മണരേഖ വരച്ചതിന്റെ ഒരു ചരിത്രം നമ്മൾ രാമായണത്തിലൊക്കെ പറയും. പലരും ലക്ഷ്മണരേഖ വരയ്ക്കുന്നത് സീതയ്ക്ക് വേണ്ടിയാണെന്നാണ് വിചാരിക്കുന്നത്. അല്ല, ലക്ഷ്മണരേഖ വരയ്ക്കുന്നത് രാവണന് വേണ്ടിയാണ്. അതായത് രാവണന്മാർ ഇങ്ങോട്ട് അലങ്കാരികമായിട്ടാണ് ഇങ്ങോട്ട് കടന്നു വന്ന് ദ്രോഹിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് എല്ലാം ഇഷ്ടമുള്ള, അവിടെ തമിഴ് സിനിമയൊക്കെ കണ്ടു ഇഷ്ടമാണ്, അല്ലെങ്കിൽ നമ്മുടെ റൺ ബേബി റൺ ഒക്കെ വളരെ മൈക്രോമിനിയൊക്കെ ഇട്ട് സ്റ്റേജിലും മറ്റും കയറുമ്പോൾ ഈ എന്താ പറയുന്നത്, അമലാപോളിന്റെ പ്രസംഗം കേൾക്കാൻ വരുന്നതായിരിക്കില്ലല്ലോ വെളിയിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ. അവിടുത്തെ സ്റ്റുഡൻസ് കുറച്ചുകൂടെ ആ ന്യൂജൻ വൈബിലും സ്പിരിറ്റിലും എടുക്കും. പക്ഷെ താങ്കൾ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്, ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ വിദ്യാർത്ഥികളെന്ന് മാത്രമാണ്. അല്ല, വിദ്യാർത്ഥികളല്ല, ആര് വേണമെങ്കിലും. ഇപ്പൊ ഉദാഹരണം അവിടെ ആൺകുട്ടികൾ, എല്ലാ ആൺകുട്ടികൾക്കും എന്താ പറയുക എത്തിക്സും മൊറാലിറ്റിയും അതേപോലെ പാലിക്കുമെന്നാണോ നമ്മൾ കരുതുന്നത്? അപ്പൊ ആ സിറ്റുവേഷൻ ഇനി തിരിച്ച് പെട്ടെന്ന് കണക്ട് ചെയ്യുന്ന രീതിയിൽ പറയാം. നാളെ നമ്മൾ ഒരു നൈറ്റ് ക്ലബിൽ പാർട്ടിക്ക് പോകുന്നു, നമ്മൾ ഫ്രണ്ട്സുമായിട്ട് പോകുന്നല്ലോ, നല്ല ധാവണി എടുത്ത് മുല്ലപ്പൂ ചൂടി പോണോന്ന് നമ്മൾ പറയുമോ? നീ ഒരു കാര്യം ചെയ്യും, ഒരു കേരള മങ്കയായി കുലസ്ത്രീയായി ഇത് രണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന കാര്യങ്ങളാണ്. ഇത് രണ്ട് കണക്റ്റഡ് ആണ്. താങ്കൾ പറയുന്ന കാര്യം കണക്റ്റഡ് അല്ല. മനസ്സിലായി. വേറൊരു കാര്യം ഞാൻ പറയാം.